മാസ്റ്റർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചങ്കായ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. ബഹുമാനപ്പെട്ട മനമ്പിള്ളി അച്ഛനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ കൃത്യമായി സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ക്രിസ്മസ് മാസ്റ്ററും കൂടിയായ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, സിബിനച്ഛ, സ്നേഹപരന കൈക്കാരന്മാര്, പ്രിയമുള്ള കൊച്ചച്ഛൻ, എച്ച്.എം. ഷൈൻ സാർ, ബ്രദർ, പ്രിയ അധ്യാപകർ, ായിട്ട് 16 പേരോട് നല്ലൊരു ജയിലിലുണ്ട്, എനർജി ഉണ്ടാകും. നമുക്ക് ശ്രദ്ധിക്കാം. മോണിറ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. മാതാവിന്റെ പ്രതീകമായി വെളിപാട് പുസ്തകത്തിലെ 12:1 പറയുന്ന സ്ത്രീയുടെ 3 പ്രത്യേകതകൾ എന്താണ്? പരിശുദ്ധ അമ്മയെ കുറിച്ച് വെളിപാട് പുസ്തകത്തില് ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ട് 3 പ്രത്യേകതകൾ പറയുന്നു. സൂര്യൻ, ചന്ദ്രൻ, പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സൂര്യൻ. സൂര്യൻ എവിടെ? സൂര്യനെ എന്താക്കിയത്? ഉടയാട. വാക്കണം കിട്ടാറില്ല. ഉടയാട. ഏത് പ്രാർത്ഥനയാണ് ഓരോ രഹസ്യത്തിന് ശേഷം ചൊല്ലണമെന്ന് ഫാത്തിമ ദർശനത്തിൽ മാതാവ് പറഞ്ഞത്? ജപമാലയ്ക്ക് ശേഷം ഏത് പ്രാർത്ഥനയാണ് ഓരോ രഹസ്യത്തിന് ശേഷം ചൊല്ലണമെന്ന് ഫാത്തിമ ദർശനത്തിൽ മാതാവ് പറഞ്ഞത്? മുഴുവൻ ചൊല്ലാൻ പറ്റുമോ? ഓക്കെ, കറക്റ്റ് ആൻസർ. തുടങ്ങുന്ന പ്രാർത്ഥനയാണ് സ്വസ്തി എന്ന പ്രാർത്ഥനയിൽ ലൂക്ക 1:42 വാക്യമുണ്ട്. ഏത് വാക്യമാണ്? നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. അതിനകത്ത് ലൂക്കായുടെ സുവിശേഷം 1:42 വാക്യമുണ്ട്. ഏത് വാക്യമാണ്? എലിസബത്ത് പറയുന്ന വാക്യമാണ്. കർത്താവ് അങ്ങയോട് കൂടി. Wrong answer. Next page. സ്ത്രീകളുടെ വിധിയാണ്. Correct answer. Luke 1:5.2. ശരീരത്തിൽ തറച്ചേറിയ വെടിയുണ്ടയുടെ ഒരു അംശം മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തില് മാതാവിന് സമർപ്പിച്ചു. ഏത് തീർത്ഥാടന കേന്ദ്രത്തിലാണ്? ജോൺ പോൾ രണ്ടാമൻ പാപ്പ വെടിയുണ്ടായപ്പോൾ ആ വെടിയുണ്ടയുടെ ഒരംശം മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തില് മാതാവിന്റെ കിരീടത്തില് സമർപ്പിച്ചു. ഏത് തീർത്ഥാടന കേന്ദ്രത്തിലാണ്? മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ സമാനമായി പഴയ നിയമത്തിൽ ഒരു സ്തോത്രഗീതമുണ്ട്. ആരുടേതാണ്? ഹന്നായുടെ സങ്കീർത്തനം. Correct answer. Luke 6, Philippians 10.2.
ഗ്രൂപ്പ് 6 ഒന്നാം സാമുവേൽ രണ്ടാമത്തെ എന്ന് വരെയാണ് ജോൺ പോൾ പാപ്പയുടെ കൽപ്പന അനുസരിച്ച് ജപമാല വർഷമായി ആചരിച്ചത്. 2002 ഒക്ടോബർ 16 മുതൽ 2003 ഒക്ടോബർ 16 വരെ. 2023. നാശത്തിന്റെ രഹസ്യങ്ങളിൽ രണ്ടാമത്തെ രഹസ്യം ആരാണ്? സോറി ചോദ്യം അതാണ്. കുടുംബ കൊന്തയുടെ മുദ്രാവാക്യം എന്താണ്? കുടുംബ കൊന്തയുടെ മുദ്രാവാക്യം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് നിൽക്കും. Correct answer. Group 5 10 points to Group 5. നിങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? ഇല്ല, ഫസീറ്റായി. ഓക്കെ, രണ്ടാമത്തെ രഹസ്യം ഏതാണ്? നമ്മുടെ കർത്താവായ യേശുമിശിഹ. പറഞ്ഞോ സ്റ്റീവ്. ഫസീറ്റായി. Group 5, Group 8, Holy Angels, Group 8. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും Group 1, Rosarians. Correct answer, Group 1, കാനായിലെ കല്യാണവും. ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. Correct answer, politics 10 points to Group 7, politics. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? C.R. ദാസ്. Correct answer, Group 5, 10 points to Josephine. നിങ്ങളുടെ ചോദ്യം ശ്രദ്ധിക്കുക. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ Okay, come on, Celestials, Group 6. Khan Abdul Qadir Khan. Correct answer, Group 6, Celestials, 5 point. പ്രഖ്യാപിച്ചത് ആരാണ്? കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? നീലത്തമ്പി ദളവ. Correct answer, Group 6, 10 points to Group 6, Celestials. Group 1-നോടുള്ള അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? Correct answer, Group 1, Rosarians, 10 points to Group 1. വളരെ എളുപ്പമുള്ള ചോദ്യം തട്ടിരിക്കുന്നത്. Next question to Holy Angels, Group 8. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സൈലൻസ് ഓഡിയൻസ്. ഉത്തരം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? Correct answer, Holy Angels, 10 points to Holy Angels. Next question to Group 4, Divine Voice. ദണ്ഡി മാർച്ചിന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ദണ്ഡി മാർച്ചിന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? Group 3. Okay. Erwin Prabhu. Correct answer, Group 7. 5 points to Group 7. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുക്കു മനുഷ്യനാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. Correct answer, സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. 10 points to Group 3. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഒരു അമ്പലത്തില് 4 അമ്പലമുള്ള ഒരു ക്ഷേത്രം. ഒരു ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിലും 4 നാഴി എണ്ണ അഭിഷേകം ചെയ്യണം. അവിടെയുള്ള പ്രതിഷ്ഠയ്ക്ക് 4 നാഴി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പഴയ അളവാണ് നാഴിയുടെ കഴിയാണ്. 4 നാഴി എണ്ണ ഓരോ ക്ഷേത്രത്തിലും അഭിഷേകം ചെയ്യണം. 4 ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ എണ്ണ കൊണ്ടുചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടുചെല്ലുന്ന എണ്ണയുടെ ഇരട്ടി അവിടെ നിന്ന് കൊണ്ടുവരും. അതേ അളവ് തന്നെ ഇങ്ങോട്ട് തരും.
നമ്മള് 10 ലിറ്ററാണ് കൊണ്ടു ചെല്ലുന്നതെങ്കിൽ 10 നാഴിയാണ് കൊണ്ടു ചെല്ലുന്നതെങ്കിൽ 10 നാഴി കൂടി ക്ഷേത്രത്തിൽ നമുക്ക് തരും. അങ്ങനെ 4 സ്ഥലത്തും കിടക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടുമ്പോൾ ആദ്യം മഞ്ഞാൾക്ക് ആൻസർ പറഞ്ഞത് 4 നാഴി എന്നുകൊണ്ട് ആദ്യം പോകുന്നു. ശരി, 4 നാഴി കൊണ്ട് പോകുമ്പോ അവിടെ 4 നാഴി തന്നു. അത് 2 നാഴി എന്ന് പറഞ്ഞ് റോങ് ആൻസർ ആണ്. ഗ്രൂപ്പ് 3 റെഡിയായി 10 പോയിന്റ്. ഗ്രൂപ്പ് 7 മോണിറ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. പ്രകാശത്തിന്റെ അവസാനത്തെ രഹസ്യം ഏതാണ്? ഓപ്ഷൻസ് പ്ലീസ്. യേശുവിന്റെ മാമോദീസ, വിഷ്ണു കുർബാനയുടെ സ്ഥാപനം, ദൈവരാജ്യ പ്രഘോഷണം, രൂപാന്തരീകരണം. പ്രകാശത്തിന്റെ രഹസ്യത്തിലെ അവസാനത്തെ രഹസ്യം ഏതാണ്? കുർബാനയുടെ സ്ഥാപനം. Correct answer. Group 7, 10 points to Group 7. Very good. ജപമാലയുടെ പ്രേക്ഷിതൻ ആരാണ്? Options please. Father Romulus, Mr. Don Bosco, Mr. Dominic, Father Patrick Payton. ജപമാലയുടെ പ്രാർത്ഥനയുടെ പ്രേക്ഷിതൻ. ചോദ്യമൊക്കെ ശ്രദ്ധിക്കണം. സംശയമുണ്ടെങ്കിൽ 50-50 ഓപ്ഷൻ ചോദിക്കാം. ജപമാല പ്രാർത്ഥനയുടെ പ്രേക്ഷിതൻ. വിശുദ്ധ ഡൊമിനിക്. Wrong answer. ഫാദർ പാട്രിക് പേറ്റൺ ആണ്. ഓക്കേ, തേർഡ് ക്വസ്റ്റ്യൻ. മറിയവും ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്ന വചനഭാഗം യോഹന്നാൻ 18:18, യോഹന്നാൻ 19:38, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:17. ഓക്കേ, 2 അപ്പോസ്തല പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14. കറക്റ്റ് ആൻസർ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 ആണ് കറക്റ്റ് ആൻസർ. അവസാനമായി സംസാരിച്ച വചനഭാഗം മറിയം ഏറ്റവും അവസാനമായി സംസാരിച്ച വചനഭാഗം ഏതാണ്? ഓപ്ഷൻസ് പ്ലീസ്. യോഹന്നാൻ 2:5, യോഹന്നാൻ 2:15, യോഹന്നാൻ 2:10, യോഹന്നാൻ 2:8. ഓപ്ഷൻസ്. യോഹന്നാൻ 2:5. എന്ന മാതാവിനെ കുറിച്ച് സുവിശേഷത്തിൽ ആദ്യമായി പറയുന്നത് ആരാണ്? സ്ത്രീ എന്ന് മാതാവിനെ കുറിച്ച് സുവിശേഷത്തിൽ ആദ്യമായി പറയുന്നത്. ഓപ്ഷൻസ് പ്ലീസ്. ഗബ്രിയേൽ മാലാഖ, കർത്താവ്, എലിസബത്ത്, യോഹന്നാൻ. ആൻസർ ഗബ്രിയേൽ മാലാഖ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗബ്രിയേൽ അഭിസംബോധന ചെയ്യുന്നതാണ്. ഓക്കെ, റോങ് ആൻസർ. ആരാണ്? സ്ത്രീ. എലിസബത്ത് എന്ന് ഉത്തരം പറഞ്ഞത് ഫ്രണ്ടിലൊരു കുഞ്ഞ് മലാഖ. എലിസബത്ത് ഉത്തരം പറഞ്ഞത് സമ്മാനം കൊടുത്തോ? എലിസബത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ഹോളി. മാതാവിന്റെ കിരീടത്തിന് 12 നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്ന. ഓപ്ഷൻസ് പ്ലീസ്. 12 പുണ്യങ്ങളെ, ബി 12 ഗോത്രങ്ങളെ, 12 തലമുറയെ, 12 ശിഷ്യന്മാരെ. 12 ഗോത്രങ്ങളെയാണ്. 8 നോമ്പ് ആചരണം മറിയത്തിന്റെ ഏത് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ വന്നല്ല. ഓപ്ഷൻ പ്ലീസ്. എ ഗന്ധ തിരുനാൾ, ബി അമലോത്സവ തിരുനാൾ, സി വ്യാഴമാരാജ തിരുനാൾ, ഡി മംഗളവാർത്ത തിരുനാൾ. ഏതാണ്?
Correct answer, ജനന തിരുനാളാണ്. Correct answer, 10 points to Group 4 Divine Voice. Last options. A ഒക്ടോബർ 16, B മെയ് 16, C ജൂലൈ 16, D ഡിസംബർ 16. ഏതാണ്? ഒക്ടോബർ 16 എന്നാണ് സ്റ്റീവ് ഉത്തരം പറയുന്നത്. റോങ് ആൻസർ. ഓഡിയൻസ് ഇവിടെ ആവുകയാണ്. ഇല്ല, അയ്യോ, ഇതൊക്കെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളല്ല. ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ ഇത് കാണിച്ചായിട്ട് നിങ്ങൾ ആരും ഉത്തരം പറയാൻ നിൽക്കരുതോ, കാരണം നിങ്ങൾ ധൈര്യമായിട്ട് പറയാനായിട്ട് ഈ കൊച്ചു പിടിക്കുകയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്ന് ഉത്തരം പറയുക കേട്ടോ, ഇവിടെ പറഞ്ഞു. ഓക്കെ, നമ്പർ 1 സ്ഥലത്തിന്റെ പേര്. ചുപ്പരക്കോ, നിങ്ങളെ വിളിച്ചതല്ലേ ഞാൻ, നിങ്ങളെ വിളിച്ചതല്ലേ. Guess the place. ഇനി അടുത്തത് Guess the movie. സിനിമയുടെ പേര്. ഒരു സിനിമയുടെ പേരാണ്. ഇല്ല, ഇരുവട്ടമാണോ? ഇരുവട്ടം മണവാട്ടി. ഇത് 2 കാണിച്ചു, വട്ടം കാണിച്ചു, മണവാട്ടിയെ കാണിച്ചു. ഇരുവട്ടം മണവാട്ടി. മൈനസ് മാർക്ക്, മൈനസ് മാർക്ക്. കറക്റ്റ് ആൻസർ 3 10. Guess the movie. സിനിമ പേരാണ്. Correct answer. 100 രൂപ അവർ നേടിയിരിക്കുന്നു. ഫിലിംബാൻ വാങ്ങിയപ്പോൾ ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് എടുക്കണം. ഒരേ സമയം പങ്കെടുക്കുന്ന മത്സരമാണ്. നിങ്ങൾ 8 ടീമും കാർഡ് ഉയർന്നു. ഞാൻ ഷോ എന്ന് പറയുമ്പോൾ 5 സെക്കൻഡാണ് നിങ്ങൾക്ക് ആലോചിക്കാനായിട്ട് തരികയുള്ളൂ. ABC 3 ഓപ്ഷൻസ് അവിടെ കാണും. അതിന് ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ കാർഡ് പൊക്കുക. A ആണെങ്കിൽ A പൊക്കുക, B ആണെങ്കിൽ B, C ആണെങ്കിൽ C. അപ്പൊ അതുകൊണ്ട് ഒരേ സമയം പൊക്കണം. ഞാൻ പറഞ്ഞതിന് ശേഷമേ കാർഡ് തന്നാവും. വൈകി കാർഡ് ഓരോന്നിനും 5 ടീം അല്ലെങ്കിൽ 8 ടീമും കറക്റ്റ് നടന്ന വർഷം. ഓപ്ഷൻസ് A 1757 ജൂലൈ 13, B 1757 മെയ് 3, C 1757 ജൂൺ 23. ഓപ്ഷൻസ് 4, 3, 2, 1 ഷോ. കാർഡ് കാണിക്കും. ഞാൻ പറഞ്ഞതിന് ശേഷം തന്നാവും. സി ആണ് കറക്റ്റ് ആൻസർ. 1757 ജൂൺ 23. സി ഞാൻ പറഞ്ഞല്ലോ, സി വേർതിരിക്കായിരുന്നു. ഓക്കെ, 2 ടീം ഹോളി സ്റ്റിങ്സും ഗ്രൂപ്പ് 7 ആൻഡ് ഗ്രൂപ്പ് 6. ഗ്രൂപ്പ് 7 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം. ഓപ്ഷൻസ് A 1948, B 1947, C 1940. 4, 3, 2, 1 ഷോ. എല്ലാവരുടെയും കറക്റ്റ് ആൻസർ ആണ്. 10 പോയിന്റ് എല്ലാ ടീമിനും. 1940. രാഷ്ട്രശില്പി, ഇന്ത്യയുടെ രാഷ്ട്രശില്പി A അവർക്ക്, C B മഹാത്മാഗാന്ധി, C ജവഹർലാൽ നെഹ്റു. 5, 4, 3, 2, 1. നിങ്ങൾ 2 ടീമിന് C ആണ് കറക്റ്റ് ആൻസർ, ജവഹർലാൽ നെഹ്റു. Group 4 Divine Voice 10 points. Group 1 Rosarians 10 points. Group 6 Celestials 10 points.
Group 2 Josephines 10 points. Group 5 Theresians 5 points 10 points. Group 7 Holistics 10 points. Indian ദേശീയ പതാക ദിനം. Options: A ജൂലൈ 22, B ഓഗസ്റ്റ് 15, C ജനുവരി 26. 5, 4, 3, 2, 1 ഷോട്ട്. എല്ലാവരുടെയും കറക്റ്റ് ആൻസർ ആണ്. ജൂലൈ 22 ആണ്. 10 പോയിന്റ്. വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻസ്: ഝാൻസി റാണി, ആനി ബെസന്റ്, സരോജിനി നായിഡു. 5, 4, 3, 2, 1 ഷോട്ട്. എല്ലാവരും എന്താ തോന്നിക്കുന്നു? കറക്റ്റ് ആൻസർ സി. നമ്പർ 2. Guess the place. Okay. Honeybee. Correct answer, honeybee. ആദ്യത്തെ പദം ഏതായിരുന്നു? 6. Number 6. സ്ഥലത്തിന്റെ പേര്. സ്ഥലത്തിന്റെ പേരാണ്. സ്ഥലത്തിന്റെ പേര് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആദ്യം കൊച്ചി, പിന്നെ കൊച്ചി കറക്റ്റ് ആൻസറാണ്. സമാനപ്പെടുന്നത്. ആദ്യം ബസ് അമർത്തുന്ന ആളുകളോടായിരിക്കും ചോദിക്കുക. ഉത്തരം തെറ്റിയാണ്. ശരിയാണെങ്കിൽ 10 പോയിന്റ്. ഓക്കെ ഓക്കെ ആരാണ് അമർത്തിയത്? ഓക്കെ, തെരേസ്യൻസ്. ഉത്തരം പറഞ്ഞോളൂ. നിങ്ങളാണ്. Bhagat Singh. Correct answer. Group 7 10 points. Bhagat Singh 10 points. Holistic. വീണ്ടും ഗ്രൂപ്പ് 7 ആണ് കേട്ടത്. കേട്ടില്ലല്ലോ, ഒന്നും കേട്ടില്ല. ആണോ? കറക്റ്റ് ആൻസർ ബാലഗംഗാധര തിലകാണ്. ശരിയാക്കി. ഓക്കെ, പറഞ്ഞോളൂ. Mangal Pandey. Correct answer, Mangal Pandey. Correct answer. Group 5. Lal Bahadur Shastri. Correct answer, Group 5. 10 points to Group 5. Lal Bahadur Shastri. One more. Group 5. Sarojini Naidu. Correct answer, Sarojini Naidu. Correct answer ആണ്. 10 points to Group 5. Theresians. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയായിരിക്കും അവസാനത്തെ അക്കം. ഒരു കാർഡിന്റെ നമ്പർ ആദ്യത്തെ നമ്പറിന്റെ ഇരട്ടിയായിരിക്കും അവസാനത്തെ നമ്പർ. ആദ്യത്തെ 2 നമ്പറിന്റെ ഇരട്ടിയായിരിക്കും അവസാനത്തെ. പറഞ്ഞതിന്റെ നിബന്ധനകൾ മനസ്സിലായില്ല. 4 അക്കങ്ങളുള്ള കാർഡിന്റെ നമ്പർ ആദ്യത്തെ നമ്പറിന്റെ ഇരട്ടിയായിരിക്കും അവസാനത്തെ നമ്പർ. ആദ്യത്തെ 2 നമ്പറിന്റെ ഇരട്ടിയായിരിക്കും അവസാനത്തെ 2 നമ്പർ. അങ്ങനെയെങ്കിൽ കാർഡിന്റെ നമ്പർ കുട്ടികളുടെ ഞാൻ ചോദിച്ചത് നടന്നത്
നമ്പർ 3. ദേശീയ മുദ്രയായ സിംഹമുദ്ര എവിടെ നിന്നാണ് കടമെടുത്തത്? ഉത്തരവുണ്ടോ? ഇല്ല. അശോക സ്തംഭത്തിൽ നിന്നാണ് മുദ്ര എടുത്തിരിക്കുന്നത്. അശോക സ്തംഭം. അടുത്ത ചോദ്യം 10 പോയിന്റിന് ചോദ്യമാണ് അടുത്തത്. മൃഗങ്ങളുണ്ട്. മൃഗങ്ങളാണ് ദേശീയ മുദ്രയിൽ സിംഹങ്ങളെ കൂടാതെ ഏതൊക്കെ മൃഗങ്ങളാണ്? ഉത്തരവുണ്ടോ? ഉത്തരവില്ല. ഉത്തരം കുതിര, ആന, കാള, ഈ 3 മൃഗങ്ങളാണ്. സത്യമേവ ജയതേ. ടെമ്പർ കമ്മീഷനാണ് 5 points to group 1. രണ്ടാമത്തെ ചോദ്യം പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ജനറൽ റെജിനാൾഡ്. റെജിനാൾഡ് ഡയറാണ് നേതൃത്വം നൽകിയത്. മൂന്നാമത്തെ ചോദ്യം 10 points to group 1. മൂന്നാം ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ആരാണ്? കറക്റ്റ് ആൻസർ. 15 points to group 1. രവീന്ദ്രനാഥ് ടാഗോറാണ് സർ പദവി തിരിച്ചു നൽകിയത്. നാലാമത്തെ ചോദ്യം 20 points ചോദ്യമാണ്. ഇത് പറയുന്നത് പോകാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം ഏതാണ്? സ്ഥലമല്ല, സംസ്ഥാനം. ഏത് സംസ്ഥാനത്തായിരുന്നു ആ സ്ഥലം? പഞ്ചാബ്. റോങ് ആൻസർ. 5 points മൈനസ്. നടന്ന സ്ഥലം അമൃത്സറില്, പഞ്ചാബിലാണ്. സ്ഥലം. 5 points മൈനസ്. സാരമില്ല, എല്ലാവർക്കും 3 പോയിന്റ് ബാലൻസ്. വാഗൻ ട്രാജഡി. വാഗൻ തുറന്ന് അറിയാതെ കേട്ടത് പഠിച്ചത് നമുക്ക്. Okay, first question. Group 6 questions. First question. വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ്? 1921. 1921. Correct answer. 5 points to group 6 Celestials. രണ്ടാമത്തെ ചോദ്യം പോകാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാഗൻ ട്രാജഡിക്ക് കാരണമായ കലാപം ഏതാണ്? മലബാർ കറക്റ്റ് ആൻസർ. മലബാർ കലാപമാണ് വാഗൻ ട്രാജഡിക്ക് കാരണമായ കലാപം. 10 points to group 6 Celestials. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വാഗൻ ട്രാജഡിക്ക് വഴിവെച്ച ഗുഡ്സ് തീവണ്ടി യാത്ര എവിടെ നിന്ന് എവിടേക്കായിരുന്നു? തിരൂരിൽ നിന്ന് താനൂരിലേക്ക്. സൂറത്തിലേക്ക്. തിരൂരിൽ നിന്ന് കൊടനൂരിലേക്ക്. തിരൂരിൽ നിന്ന് കൊടനൂരിലേക്ക്. താനൂരാണ്. ഗുജറാത്തിലെ സൂറത്ത്. മധ്യപ്രദേശ്. ഗുഡ്സ് ട്രെയിനാണ്. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് ഈ ഗുഡ്സ് ട്രെയിൻ മാർഗം. ഓക്കെ, ദുരന്ത സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആ ദുരന്തത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരൂര്. കറക്റ്റ് ആൻസർ. തിരൂര് കറക്റ്റ് ആൻസർ ആണ്. ഗ്രൂപ്പ് 6 20 points to group 6. വെരി ഗുഡ്. ജനഗണമനയില് എത്ര വരികളുണ്ട്?
ദേശീയ ഗാനം ജനഗണമനയില് എത്ര വരികൾ ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജോസഫ് ഐൻസ്, come on. 13. കറക്റ്റ് ആൻസർ 13 കറക്റ്റ് ആൻസർ ആണ്. 3 points to group 2 ജോസഫ് ഐൻസ്. രണ്ടാമത്തെ ചോദ്യം പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, come on. ഏത് ഭാഷയിലാണ് ആദ്യമായി ദേശീയ ഗാനം ജനഗണമന രചിച്ചത്? ആദ്യമായി രചിച്ചത് ഏത് ഭാഷ? ഓഡിയൻസ്, ജനഗണമന ആദ്യമായി രചിച്ചത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം പോകാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചത് 1950-ലാണ്. ഏത് ദിവസമാണ്? നവംബർ 26. ദിവസം, മാസവും ഡേറ്റും. ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചത് 1950-ലാണ്. 24 മുമ്പാണ് 2 ദിവസം മുമ്പ് ഈ ദേശീയ ഗാനം അംഗീകരിച്ചത്. 5 points മൈനസ്. ഓക്കെ, കിട്ടിയതോ? ഡിക്ലെയർ ചെയ്യട്ടെ, കിട്ടിയതോ? ഓക്കെ, അവര് കിട്ടിയത് വെച്ച് വരവെച്ച് ഓക്കെ, കിട്ടിയിരിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ കാണിക്കാം. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേര് ദേശീയ ഗാനം ഇംഗ്ലീഷിൽ ചെയ്തത് ആരാണ്? ആരാണ് പറയാറ്? ഓക്കെ, ഇത് ചെയ്തത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേര്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. കറക്റ്റ് ആൻസർ വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. കറക്റ്റ് ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. കറക്റ്റ് ആൻസർ. 10 points to group 5. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. കറക്റ്റ് ആൻസർ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം. 15 points to group 5. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം. ഓക്കേ. ഓക്കെ, come on. Fourth question. 20 points എന്ന ചോദ്യമാണ്. ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 65 seconds. 65 seconds. Correct answer. 50 points. Group 5 4 ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. Group 7 5 points. അടുത്ത ചോദ്യത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? പതാകയിലെ സമൃദ്ധി. കറക്റ്റ് ആൻസർ സമൃദ്ധി. 10 points to group 7. ഒന്നാമത്തെ ചോദ്യം. അശോക ചക്രയിലെ 24 ആരക്കാലുകൾ സമയത്തെ സൂചിപ്പിക്കുന്നു. അതുകൂടാതെ വേറെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അറിയില്ല. ഓക്കെ, -5 points. 24 വാല്യൂസ്. ബുദ്ധന്റെ 24 വാല്യൂസ് ആണ്, മൂല്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം എന്തായിരിക്കണമെന്നാണ് നിയമം? അശോക ചക്രത്തിന്റെ നിറം എന്തായിരിക്കണം എന്നാണ് നിയമം? നീലയാണ്. കറക്റ്റ് പറഞ്ഞാൽ 20 points to group 7. നീല കളറായിരിക്കണം. നേവി ബ്ലൂ ആണ് എന്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ശരിയാണ്. നീലാണ് പൊതുവെ പറയുന്നത്. Group 7 20 points. ഈ റൗണ്ട്. Okay, rapid fire. Once now. Time starts now. മറിയത്തിന്റെ മാതാപിതാക്കളുടെ പേര്? ജവഹർ, അന്ന. കറക്റ്റ് ആൻസർ. ദേശീയ വൃക്ഷം ഏതാണ്? കറക്റ്റ് ആൻസർ. മറിയത്തെ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ് അസീസി. കറക്റ്റ് ആൻസർ. ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട്? 3. റോങ് ആൻസർ. ജപമാലയുടെ പാപ്പ ആരാണ്? ലിയോ 13 പാപ്പ. കറക്റ്റ് ആൻസർ. മറിയം എലിസബത്തിന്റെ കൂടെ എത്ര നാൾ താമസിച്ചു? 3 മാസം. കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ദേശീയ ഗെയിം ഏതാണ്?
കറക്റ്റ് ആൻസർ. ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈ. മുംബൈ. റോങ് ആൻസർ. ഡൽഹി. പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയത് ആർക്കാണ്? ഉത്തരീയം നൽകിയത് ആർക്കാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കറക്റ്റ് ആൻസർ. എത്ര കറക്റ്റ് ആക്കി? നിങ്ങളുടെ സമയം പൂർത്തിയായി. ദുബായ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാൾ എന്നാണ്? സെപ്റ്റംബർ 8. കറക്റ്റ് ആൻസർ. ദേശീയ ഫലം ഏതാണ്? മാംഗോ. കറക്റ്റ് ആൻസർ. എത്രയും ജയുള്ള മാതാവേ എന്ന പ്രാർത്ഥന എഴുതിയത് ആരാണ്? ബെർണാഡ്. പാസ്. ഏയ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. കറക്റ്റ് ആൻസർ. മറിയത്തിന്റെ ദൈവമാതൃത്വം വിശ്വാസത്തിനായി പ്രഖ്യാപിച്ചത് ഏത് സൂര്യക ദിവസമാണ്? എഫേസോസ് 1. കറക്റ്റ് ആൻസർ. ദേശീയ നൃത്ത രൂപം ഏതാണ്? മോഹിനിയാട്ടം. റോങ് ആൻസർ. 12 നക്ഷത്രങ്ങളുടെ കിരീടം ധരിച്ച സ്ത്രീ എന്ന പരാമർശം ഏത് ഗ്രന്ഥത്തിലാണ്? വെളിപാട് പുസ്തകം. കറക്റ്റ് ആൻസർ. വേക്കപ്പ് ഇന്ത്യ ആരെഴുതിയ പുസ്തകം? പാസ്. ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രം? ലൂർദ്. കറക്റ്റ് ആൻസർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിശ്വാസത്തിനായി പ്രഖ്യാപിച്ച പാപ്പ? റോങ് ആൻസർ. ഇന്ത്യൻ പതാകയിലെ വെള്ള നിറം നിർദ്ദേശിച്ചത് ആരാണ്? സമാധാനം. ഇന്ത്യൻ പതാകയിലെ വെള്ള നിറം നിർദ്ദേശിച്ചത്? പാസ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണെന്ന് ലൂക്കാസ് സുവിശേഷത്തിൽ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര്. വിശേഷകൻ. വിശുദ്ധ ലൂക്ക. കറക്റ്റ് ആൻസർ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരെന്താണ്? ശിപായി ലഹള. കറക്റ്റ് ആൻസർ. എത്രാം മാസമാണ് ഗബ്രിയേൽ ദൂതൻ എലിസബത്തിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടത്? 3-ാം മാസം. മാതാവിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടത് എത്രാം മാസമാണ് ഗബ്രിയേൽ ദൂതൻ മാതാവിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടത്? 6-ാം മാസം. കറക്റ്റ് ആൻസർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മഹാത്മാഗാന്ധി എവിടെയായിരുന്നു? കൽക്കട്ട. കറക്റ്റ് ആൻസർ. വ്യാകുല മാതാവിന്റെ തിരുനാൾ ദിനം എന്നാണ്? ഒക്ടോബർ 16. റോങ് ആൻസർ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1930. കറക്റ്റ് ആൻസർ. ഷാരോണിലെ റോസ താഴ്വരയിൽ ഇന്ത്യ എന്നൊക്കെ ബൈബിളിൽ ഏത് ഗ്രന്ഥത്തിലാണ്? സങ്കീർത്തനം. ഉത്തമഗീതം. കറക്റ്റ് ആൻസർ. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ? സുഭാഷ് ചന്ദ്രബോസ്. കറക്റ്റ് ആൻസർ. മറിയത്തെ രണ്ടാം വിശുദ്ധ ജസ്റ്റിൻ. കറക്റ്റ് ആൻസർ. ദേശീയ പതാകയിലെ ത്യാഗത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? കുങ്കുമം. കറക്റ്റ് ആൻസർ. ഒരെണ്ണം പറഞ്ഞില്ല. കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധി. കറക്റ്റ് ആൻസർ. സ്വർഗവാതിൽ എന്ന് മറിയത്തെ വിശേഷിപ്പിച്ച വിശുദ്ധനാണ്? കറക്റ്റ് ആൻസർ. ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? അറിയില്ല. ജപമാല ചൊല്ലുമ്പോൾ നാം മാതാവിന്റെ കയ്യിലും ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നു പറഞ്ഞ പാപ്പ? അറിയില്ല. പാസ്. ശിവായി ലഹളം നടന്ന വർഷം? 1857. കറക്റ്റ് ആൻസർ. ദൈവമാതൃത്വം പ്രഖ്യാപിച്ച അമേരിക്കൻ അകത്തോലിക്ക നേതാവ്? പാസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. കറക്റ്റ് ആൻസർ. ലൂക്കായെ കൂടാതെ മാതാവിന്റെ സ്തോത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷകൻ ആരാണ്? ലൂക്കായെ കൂടാതെ സ്തോത്രഗീതം രേഖപ്പെടുത്തിയിരിക്കുന്നത്? മത്തായി. മത്തായിയുടെ സുവിശേഷം. റോങ് ആൻസർ. ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉങ്കൽക്കൊണ്ടേ. കറക്റ്റ് ആൻസർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മറിയത്തിന്റെ സ്തോത്രഗീതം ലൂക്കാസ് സുവിശേഷത്തിൽ ഏത് അധ്യായത്തിലാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. കറക്റ്റ് ആൻസർ. എവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഓ എന്റെ ഈശോയെ എന്ന പ്രാർത്ഥന ചേർക്കാൻ മാതാവ് പറഞ്ഞത്? ഫാത്തിമ. ഫാത്തിമയിൽ. കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? കറക്റ്റ് ആൻസർ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ജപമാല നൽകിയത് ആർക്കാണ്? അറിയില്ല. ഓക്കെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഗാന്ധിജി. കറക്റ്റ് ആൻസർ. കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രം? കറക്റ്റ് ആൻസർ. സ്വരാജ്യം എന്ന ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ. മാതാവിന്റെ സ്വർഗാരോപണം വിശ്വാസത്യമായി പ്രഖ്യാപിച്ച പാപ്പ? 13-ാം ലിയോ 13-ാമൻ. റോങ് ആൻസർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919. കറക്റ്റ് ആൻസർ. ഒരു പറഞ്ഞു. ലിയോ 13-ാമൻ. കറക്റ്റ് ആൻസർ. ദേശീയ നദി ഏതാണ്? ഗംഗ. കറക്റ്റ് ആൻസർ. അവിടെ നിന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു എന്ന് മറിയം ആരുടെ ഭവനത്തിൽ വെച്ചാണ് പറഞ്ഞത്? എലിസബത്തിന്റെ. കറക്റ്റ് ആൻസർ.
ഇന്ത്യൻ ദേശീയ പക്ഷി ഏതാണ്? പീക്കോക്ക്. കറക്റ്റ് ആൻസർ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജപമാലയിൽ കൂട്ടിച്ചേർത്ത രഹസ്യങ്ങൾ ഏതാണ്? പ്രകാശം. കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പറമ്മ. ഓക്കെ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുമെന്ന് മറിയം പറഞ്ഞത് ഏത് സുവിശേഷത്തിലാണ്? യോഹന്നാന്റെ സുവിശേഷം. കറക്റ്റ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950. കറക്റ്റ് ആൻസർ. കർത്താവിന്റെ മാലാഖ പ്രാർത്ഥന അംഗീകരിച്ച പാപ്പ? പാസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ആൻസർ. റെഡി ആയിട്ടിരിക്കുകയാണ്, ടീംമേറ്റ്സ് റെഡി ആയിട്ടിരിക്കുന്നു. അവസാന 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ഗ്രൂപ്പ് 3 ടീംമേറ്റ്സ് റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. ഈ വാചകം ലൂക്ക ഏത് അധ്യായത്തിൽ നിന്നാണ്? ലൂക്ക 3. കറക്റ്റ് ആൻസർ. പ്ലാസി യുദ്ധം നടന്ന വർഷം? 1971. റോങ് ആൻസർ. യേശുവിനെ പറ്റി ഇവർ വിവാദ വിഷയമായി അടയാളമായിരിക്കുമെന്ന് മറിയത്തോട് പറഞ്ഞതാരാണ്? പാസ്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച പത്രം? പാസ്. ഓക്കെ. ലോകപ്രസിദ്ധമായ പിയാത്തയുടെ ശില്പി ആരാണ്? മൈക്കലാഞ്ചലോ. കറക്റ്റ് ആൻസർ. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. കറക്റ്റ് ആൻസർ. ഏത് സുവിശേഷത്തിലാണ് മാതാവ് അവസാനമായി സംസാരിക്കുന്നത് കാണുന്നത്? യോഹന്നാൻ. കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി? സരോജിനി നായിഡു. വനിതാ പ്രധാനമന്ത്രി? നേരെയാണ്. പാസ്. ഓക്കെ. കുരിശിന്റെ വഴിയിൽ എത്രാം സ്ഥലത്താണ് മാതാവ് യേശുവിനെ കണ്ടുമുട്ടുന്നത്? 12. റോങ് ആൻസർ. 8. റോങ് ആൻസർ. ഇന്ത്യ മീൻസ് ഫ്രീഡം. സമയം പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ പൂർത്തിയാകാണ്. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് അനൗൺസ് ചെയ്തായിരിക്കും. നമ്മുടെ ഈ ക്വിസ് ഇവിടെ നടത്താൻ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ നന്നായി നമ്മുടെ പാർട്ടിസിപ്പൻസ് മിക്കവാറും എല്ലാ ടീമുകളും നല്ലൊരു കയ്യിൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് കൊടുക്കാൻ പഠിച്ചതിന്റെ ഗുണം കാണാൻ സാധിച്ചു. ഇത്രയും ഉത്തരങ്ങൾ പക്ഷെ വളരെ നന്നായി ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛന്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ സഹകരിച്ചവർക്കൊക്കെ ഇവിടെ ഷൈൻ സാർ നന്ദി പറയുന്നതായിരിക്കും. 3.25 നാഴികയുണ്ട് കൊണ്ട് നമ്മൾ ചെല്ലുന്നത്. അതിനിടയില് ഒരു പാട്രിയോട്ടിക് ഡാൻസുമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ്. ഇവർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കൊച്ചത്തിനെ ക്ഷണിക്കുന്നു. ടീം റെഡി ഗൈസ്. അതിൽ പങ്കെടുത്തത് സ്റ്റീവ്, അഭിലാഷ് ഉത്തരകൊടി, സണ്ണി ചിറ്റിപ്പറമ്പൻ,
രണ്ടുപേർക്കും സമ്മാനദാനവും ക്യാഷ് അവാർഡും ബഹുമാനപ്പെട്ട പ്രശസ്തി നൽകുന്നു. 70 പോയിന്റ് തന്നെ നേടിയ ജോസഫെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച അൽബീന ആൻഡ്രു, അലീന ബേബി രണ്ടുപേരെയും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ആറാം സ്ഥാനം 80 പോയിന്റ് നേടിയ ഹോളി ഏഞ്ചൽസ് ടീമംഗങ്ങൾ റോഹൻ റോയ്, അലോഷി വിൽസൺ പോത്തൻ രണ്ടുപേരെയും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. അഞ്ചാം സ്ഥാനം നേടിയിരിക്കുക ടീം റൊസാരിയസ് ടീമിനെ പ്രതിനിധീകരിച്ച അലോന സൈമൺ, സോഫിയ കാസു രണ്ടുപേരെയും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. നാലാം സ്ഥാനം 135 പോയിന്റ് നേടിയിരിക്കുന്നത് ടീം ഡിവൈൻ വോയ്സ് റോസ്മരിയ ഷാജി വടക്കുംപാടം, ജസ്റ്റിൻ നാട്ടുകാരൻ. ഇനി ഈ വർഷത്തെ മതവിദ്യ വൈദ്യുതിന്റെ 3 സ്ഥാനങ്ങളിലേക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതിന് ബഹുമാന വിദ്യാലയത്തിനെ ക്ഷണിക്കുകയാണ്. സാറേ സെക്കൻഡ് റണ്ണർ 155 പോയിന്റ് നേടിക്കൊണ്ട് സെലസ്റ്റ്യൻ അനീക ജോയി പാലക്കാട്, ജെറിൻ മരിയ വേണ്ടി പുട്ടുപ്പൊടി വളരെ വാശിയേറിയ മത്സരമായിരുന്നു. 155 പോയിന്റ് നേടിക്കൊണ്ട് സെലസ്റ്റ്യൻ. Number 5, Teresians. Becky extra joy Pereira. Kumar Anachare Pole. Around point നൽകിയിരുന്നു. Winners of the Mother India Quiz 2025. First prize. All is free, group number 7. अभी बॉलर उठेगा, आगे मिलने को मारेगा. ഏറ്റവും കൂടുതൽ എഫേർട്ട് കൊടുത്താണ് അതുപോലെ തന്നെ അറ്റൻഡ് ഓക്കെ